ഹലോ. അതെ, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എപ്പോഴെങ്കിലുമൊക്കെ ചീത്ത കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ മനസാക്ഷിക്ക് തെറ്റ് എന്ന് തോന്നാത്ത പല കാര്യത്തിലും നമ്മളെ തെറ്റാരോപിക്കുന്ന സമയത്ത് ചങ്ക് കൂട്ടി കരഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ കുറേ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാനും അതുപോലെ തന്നെ ഒരാളാണ് കേട്ടോ. ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കരഞ്ഞ് വിഷമിച്ച് എനിക്ക് കുറേ സമയം എടുക്കുമായിരുന്നു റിക്കവറായി വരാനായിട്ട്. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മെൻറ്റർ എനിക്ക് ഉപദേശിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്തത് തെറ്റാണോ? നമ്മുടെ മനസാക്ഷിക്ക് അത് തെറ്റല്ല എന്ന് തോന്നുന്നിടത്തോളം കാലം അത് തെറ്റല്ല. പക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് അത് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം ചിന്തിക്കുക, അവരാരും ദൈവമല്ല, അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ പടച്ചവനല്ല. നമ്മുടെ പടച്ചവൻ്റെ മുൻപിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെയ്തത് തെറ്റാണോ, മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങൾ കുറേ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നിടത്തോളം എന്താണ്, നമ്മുടെ സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഇപ്പം എൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും എൻ്റെ കുഞ്ഞും കുഞ്ഞുങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലുപിടിക്കും. ആ സമയത്ത് അവരെൻ്റെ അടുത്ത് വന്ന് പരാതി പറയും, എന്നെ അവൻ അങ്ങനെ പറഞ്ഞു, എന്നെ അവൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. അപ്പം ഞാൻ പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ നിൻ്റെ ഇക്കയാണ്, അല്ലെങ്കിൽ അവൻ നിൻ്റെ അനിയനാണ്. പക്ഷേ അവനല്ല നീ ഇങ്ങനെ ഒരാളാണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളുണ്ടല്ലോ, അത് അവൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം നമ്മളാവില്ല. നീ അത് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ല, നീ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് തിരുത്തണം, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളത് മനസ്സിൽ വെക്കാതെ അവർക്ക് ജസ്റ്റ് പോട്ടെ എന്നുള്ള രീതിയിൽ വിടാം. അല്ല, നമ്മൾ ചെയ്ത തെറ്റാന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരുത്തേം വേണം. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതിരിക്കുക. അവർ ദൈവമല്ല എന്നുള്ളത് മനസ്സിന് ഉറപ്പിച്ച് പറയാം. നമ്മൾ നന്മ ഉദ്ദേശിച്ച ഒരാളാണെങ്കിൽ നമ്മളടുത്ത് നല്ല രീതിയിൽ ഉപദേശിക്കുകയായിരിക്കും ചെയ്യാം. അല്ലാതെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ആയിരിക്കില്ല ചെയ്യാന്നുള്ളത് നന്നായി ചിന്തിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സക്സസ്സിന് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു.